വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ബികോം ക്വാളിഫിക്കേഷനുള്ള അക്കൗണ്ടിംഗ് ബേസ് ആയിട്ടുള്ള എക്സാമുകൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ്, ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് എന്നീ എക്സാമുകൾ നടക്കാനിരിക്കുകയാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ജൂനിയർ അക്കൗണ്ടൻറ്റ്, അക്കൗണ്ട്സ് ക്ലർക്ക് എന്നീ പോസ്റ്റുകളിലേക്കുള്ള വിജ്ഞാപനവും വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിന് വേണ്ടിയിട്ട് അക്കൗണ്ടിങ് ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അക്കൗണ്ടിങ് സ്റ്റാർട്ടിങ് മുതൽ +1, +2 ടെക്സ്റ്റ് ബുക്ക് മുതൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും അറിയാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ പോലും നമുക്ക് അക്കൗണ്ടിങ് എന്താണ്, അതിലുള്ള ഓരോ കാര്യങ്ങളായി നമ്മൾ പഠിച്ച് ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് വരെ എത്തി നിൽക്കുകയാണ്. അക്കൗണ്ടിങ് ജേർണൽ എൻട്രീസും അതുപോലെ ലെഡ്ജർ അക്കൗണ്ട്സും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതിലെല്ലാം നമ്മൾ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും വെച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ, അതിൽ നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരുവിധം കാര്യങ്ങളെല്ലാം അക്കൗണ്ടിങ്ങിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് അതിൽ നോക്കാനുള്ളത് മാനുഫാക്ചറിങ് അക്കൗണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. വാട്ട് ഈസ് മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് ഓഫ് ആഫ്റ്റർ പ്രിപ്പറേഷൻ ഓഫ് മാനുഫാക്ചറിങ് അക്കൗണ്ട് വി ആർ പ്രിപ്പയറിംഗ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബാലൻസ് ഷീറ്റാണ്. മാനുഫാക്ചറിങ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം വി ആർ പ്രിപ്പയറിംഗ് ദ ബാലൻസ് ഷീറ്റ്. ഹൗ വി ക്യാൻ പ്രിപ്പയർ ദ ബാലൻസ് ഷീറ്റ്, വിച്ച് ആർ ദ ഐറ്റംസ് ഇൻ ദ debit side and credit side, what is asset and what is liability, which are the current asset, which are the fixed asset, which are the current liabilities. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. In the previous class, we have studied about the balance sheet of manufacturing account. Why we are preparing the balance sheet of manufacturing account? Balance sheet is prepared to find out the financial position. Here in the case of manufacturing account, we can find out the financial position of a manufacturing concern after preparing the balance sheet. Balance sheet, it is considered as a position statement. This statement is known as balance sheet because it is a sheet containing balances remaining after preparing the trading and profit and loss account. We are preparing the balance sheet after preparing the trading and profit and loss account. This account shows the balances of all ledger accounts which are not closed. Balance sheet is like a snapshot of a moving train. It is prepared on a particular date and not for a particular period. Balance sheet നമ്മളൊരു പെർട്ടിക്കുലർ ഡേറ്റിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഈസ് എ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് ഈസ് നോട്ട് ആൻ അക്കൗണ്ട്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഹാസ് 2 sides, which are the sides of balance sheet, asset side and liability side. Then we can see which are the items in liability side and which are the items in credit side, that is which are the items in asset side. Grouping and marshalling of assets and liabilities. We can find out how we can group and marshal the asset and liabilities. For understanding a balance sheet easily, it is necessary to group and marshal various items in the balance sheet. Grouping means putting items of similar nature under one head. ഒരേ നേച്ചറുള്ള ഐറ്റംസ് നമ്മൾ ഒരു ഹെഡിൽ കാണിക്കുക. അതിനെയാണ് പുട്ടിംഗ് ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ വൺ ഹെഡ്. സോ ആസ് ടു ഡിസ്റ്റിങ്ക്യൂഷ് ദം ഫ്രം അതർ ഐറ്റംസ്. വി ക്യാൻ ഈസിലി ഡിസ്റ്റിങ്ക്യൂഷ് ഇറ്റ് ഫ്രം അതർ ഐറ്റംസ് ഇഫ് യു ആർ പുട്ടിംഗ് ദ ഐറ്റംസ് ഓഫ് സിമിലർ നേച്ചർ അണ്ടർ വൺ ഹെഡ്. Thus all current assets are grouped under the heading current assets. All fixed assets are grouped separately under the head fixed asset. അപ്പോൾ കറണ്ട് അസറ്റ് നമ്മൾ കറണ്ട് അസറ്റ് എന്ന ഹെഡിങ്ങിൽ കാണിക്കും. ഫിക്സഡ് അസറ്റ്സ് നമ്മൾ ഫിക്സഡ് അസറ്റ്സ് എന്ന ഹെഡിങ്ങിലുമാണ് കാണിക്കുക. Then you should know
which are the current assets? Cash, bank balance, stock, debtors, all are current asset. Fixed assets are plant and machinery, land and building, furniture. ഇതൊക്കെയാണ് fixed assets. The term marshalling refers to the manner or order in which assets and liabilities are shown in the balance sheet. മാർഷാലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വേയിലാണ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്ന് മനസ്സിലാക്കുന്നതാണ് മാർഷാലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ദർ ആർ ടു മെത്തേഡ്സ് ടു ഷോ ദ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഫസ്റ്റ് വൺ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസ്. വി can see in the order of liquidity first. In this method, as asset which is most easily convertible into cash is written first and it is followed by less liquid asset and least liquid assets are shown last. അപ്പോൾ ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ നമ്മൾ ആദ്യം കാണിക്കും, അല്ലാത്ത അസറ്റിനെ അതിന് ശേഷം കാണിക്കും. ഇതാണ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. വി can see in the order of liquidity the balance sheet like this. ഈ രീതിയിലാണ് ബാലൻസ് ഷീറ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഏത് രീതിയിൽ? കറണ്ട് ലാബിലിറ്റീസിൽ നമ്മൾ ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ലോങ് ടേം ലാബിലിറ്റി, മോർഗേജ്ഡ് ലോൺ, റിസർവ്സ്, ഓപ്പണിംഗ് ക്യാപിറ്റൽ, അതിനോട് കൂടി ആഡ് നെറ്റ് പ്രോഫിറ്റ് ലെസ് ഡ്രോയിങ്സ്, ക്ലോസിംഗ് ക്യാപിറ്റൽ. അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, മാർക്കറ്റബിൾ സെക്യൂരിറ്റി, സ്റ്റോക്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, എക്രൂഡ് ഇൻകം, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഫിക്സഡ് അസറ്റ്സിൽ ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, മോട്ടോർ വെഹിക്കിൾ, പാറ്റൻറ്റ് ആൻഡ് ട്രേഡ് മാർക്ക്, ലൂസ് ടൂൾ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ആൻഡ് ഗുഡ്വിൽ. This is the balance sheet in the order of liquidity. Then we can see the balance sheet in the order of permanence. This method is quite reverse to the above liquidity order. In this method, least liquid assets are shown first. അതായത് നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റാത്ത അസറ്റ്സിനെ നമ്മൾ ആദ്യം കാണിക്കും, അല്ലേ? ഫോളോഡ് ബൈ കമ്പാരിറ്റീവ്ലി മോർ ലിക്വിഡ് അസറ്റ്സ് ആൻഡ് എൻഡിങ് വിത്ത് മോസ്റ്റ് ലിക്വിഡ് അസറ്റ്. On the liability side, owners' capital and funds are recorded first, then long-term loans and finally current liabilities are shown. This is the format of balance sheet under the order of permanence. ഈ രീതിയിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് ഇൻ ദ ഓർഡർ ഓഫ് പെർമനൻസിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വി can see the classification of assets. Classification of assets. First one, fixed asset. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദീസ് ആർ ദ അസറ്റ്സ് വിച്ച് ആർ ഓഫ് എ പെർമനൻറ്റ് നേച്ചർ ആൻഡ് ആർ യൂസ്ഡ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ബിസിനസ് ആൻഡ് നോട്ട് ഫോർ റീസെയിൽ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യുന്ന അസറ്റ്സ് ആണ് ഫിക്സഡ് അസറ്റ്. ഫോർ എക്സാമ്പിൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, motor vehicle. These are the example of fixed asset. We can use this asset for a long time. Intangible assets are those which cannot be seen or touched. നമുക്ക് കാണാനോ ടച്ച് ചെയ്യാനോ പറ്റാത്ത അസറ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ ഗുഡ്വിൽ, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്. നമുക്ക് ഗുഡ്വിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലേ? ഒരു ഫേമിൻ്റെ ഗുഡ്വിൽ. പക്ഷേ നമുക്കത് ടച്ച് ചെയ്യാനോ കാണാനോ ഒന്നും നമുക്ക് പറ്റില്ല. ദെൻ Financial asset include investment held not for operational purpose but for earning income or for rendering service. ഫിനാൻഷ്യൽ അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലേ? നോട്ട് ഫോർ ഓപ്പറേഷണൽ പർപ്പസ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ റെൻഡറിങ് സർവീസ്. ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സബ്സിഡറീസ്, ലോൺസ് ടു സബ്സിഡറീസ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ് ഈസ് കറണ്ട് അസറ്റ്. Current assets are those assets which are held temporarily in course of business and converted into cash easily. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്സ് ആണ് കറണ്ട് അസറ്റ്. ക്യാഷ്, ബാങ്ക് ബാലൻസ്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, എക്സെട്ര. Fictitious assets are not real assets. They are not represented by tangible position. They appear on the asset side of balance sheet simply because of debit balance. Fixed assets are not real asset, but it is present in the asset side of the balance sheet.
Debit balance in profit and loss account, advertisement suspense account, all are examples. Discount on issue of securities, underwriting commission, preliminary expenses, etc. are examples of fictitious asset. Then wasting asset. Wasting asset are those assets which are exhausted gradually in the process of other use. We are using this asset for other purposes. നമ്മൾ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. These assets become worthless once its utility is over and exhaust fully. ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതുകൊണ്ട് കാര്യം വരുന്നില്ല അല്ലേ. എക്സാമ്പിൾസ് ആർ മൈൻസ്, ക്വറീസ്, ഓയിൽ വെൽസ്, ടിമ്പർ റിസോഴ്സസ് എക്സെട്ര. These are natural resources. Then contingent assets. Contingent assets are probable assets which may or may not become assets depending on occurrence or non-occurrence of specified event. Examples of contingent asset. A business firm has filed suit for a particular property. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പൊസഷന് വേണ്ടിയിട്ടോ നമ്മൾ എന്തെങ്കിലും സ്യൂട്ട് ഫയൽ ചെയ്യുകയാണെങ്കിൽ till the suit is decided it is a contingent asset. ആ സ്യൂട്ട് ഡിസൈഡ് ചെയ്യുന്നത് വരെ അതൊരു കണ്ടിജൻ്റ് അസറ്റാണ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് മേ ഓർ മേ നോട്ട് ബിക്കം ആൻ അസറ്റ്. അതിനുശേഷമാണ് അതൊരു അസറ്റായിട്ട് മാറുന്നത്. ദാറ്റ് ഈസ് കണ്ടിജൻ്റ് അസറ്റ്. ദീസ് ആർ ദ അസറ്റ്സ്. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സ്: ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഫിനാൻഷ്യൽ അസറ്റ്, കറൻറ്റ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ് ആൻഡ് കണ്ടിജൻ്റ് അസറ്റ്. The next one is classification of liabilities. Liabilities are classified into long-term liabilities, current liabilities and contingent liabilities. Long-term liabilities which are repayable after a long period of time are known as long-term liability. നമുക്ക് ഈ ഒരു ലാബിലിറ്റി കുറേ ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് റീപേ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ലോങ് ടേം ലാബിലിറ്റി. എക്സാമ്പിൾ ലോങ് ടേം ലോൺസ്, ഡിബെഞ്ചേഴ്സ് എക്സെട്ര. Current liabilities which are payable within 1 year, that is current liability. Example, sundry creditors, bills payable, bank overdraft, that all are example. Next one is contingent liability. Contingent liabilities are those liability which are not certain or actual liability. They may become actual depending upon the happening of certain events which is uncertain. Contingent liabilities are liability which are not certain or actual liability. These are not actual liability, but it actual depending upon the happening of certain events. Example, liability for bill discounted, liability for acting as surety, claim under dispute or pending in the court of law. All are examples of contingent liabilities. So these are the items in the classification of liabilities in manufacturing account balance sheet preparation. Classification of assets and classification of liabilities. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മാനുഫാക്ചറിങ് അക്കൗണ്ടിലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മാനുഫാക്ചറിങ് അക്കൗണ്ട് എന്താണെന്നുള്ള കാര്യം, മാനുഫാക്ചറിങ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതിൽ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിൽ വരുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ്, ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനലിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്